നമസ്കാരം. നമ്മുടെ ഇടയിൽ കടം വന്നിട്ട് ഭയങ്കര കഷ്ടപ്പെടുന്ന ഒത്തിരി ആളുകൾ കേരളത്തിലുണ്ട്. ഇത് പലപ്പോഴും ആത്മഹത്യ വരെ എത്തുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്ന ഒരു സിറ്റുവേഷനാണ്. ഇപ്പോൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് പോലും കടമുണ്ട്. ഇനി അല്ലെങ്കിൽ അവർക്ക് റെഗുലർ ഇൻകം വന്നിട്ടുണ്ട്, എന്നിട്ടും അവർക്ക് കടത്തിലേക്ക് ചെന്ന് പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇനി ബിസിനസ്സുകാർക്ക് കടമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പലപ്പോഴും കടമൊക്കെ വന്ന് വരുമ്പോൾ റോൾ ചെയ്ത് പറ്റാത്തൊരു സിറ്റുവേഷൻ എത്തുമ്പോൾ ഇവർ ചിലപ്പോൾ ഭയങ്കര ഒരു കഠിനമായിട്ടുള്ള ഡിസിഷനുകളൊക്കെ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അത്രയും എത്തിക്കാതെ അതിന് മുന്നേ തന്നെ ഒന്നൊന്ന് കടമുണ്ടെന്ന് മനസ്സിലാക്കുകയും അതിന് ഒരു പ്രൊഫഷണൽ സപ്പോർട്ട് എടുക്കാനായിട്ട് എപ്പോഴും തയ്യാറാവണം. നല്ലതായിരിക്കും. കടമുണ്ടെന്ന് പറഞ്ഞ് അവനവൻ തന്നെ ഉള്ളിൽ ഒതുക്കി വിഷമിക്കാതെ ഒരു പ്രൊഫഷണൽ സപ്പോർട്ട് എടുത്ത് ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ പ്ലാനറെ കണ്ട് ഇവൻ ചിലപ്പോൾ ബാങ്കിലൊക്കെ പോയിട്ട് അവരുടെ മാനേജേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കും ചിലപ്പോൾ പറഞ്ഞു തരാൻ പറ്റില്ല. കാരണം അവർ ലോൺ വിൽക്കാൻ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങളുടെ എന്താണോ സാഹചര്യം എന്നുള്ള കടത്തിനെ റിയലി ഫേസ് ചെയ്യാനായിട്ട് എല്ലാവരും തയ്യാറാവുകയും അത് പതുക്കെ ചെറിയ കടങ്ങളൊക്കെ വീട്ടി കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കടത്തിൽ നിന്ന് മുക്തരാകാൻ പറ്റും.